ആദ്യം ചോദ്യം ഇങ്ങനെയായിരുന്നു, വിട്ടുപോയ അക്കം കണ്ടെത്തുക. വിട്ടുപോയ അക്കം കണ്ടെത്തുക. 4, 10, 6, 13, 8 ഡാഷ്. ചോദ്യം ഇങ്ങനെ 4, 10, 6, 13 ഡാഷ് 8 ഡാഷ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ പലപ്പോഴും ശ്രേണികൾ എന്ന ടോപ്പിക്ക് പറഞ്ഞപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. മക്കളെ, സംഖ്യകൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ആണ് പോകുന്നത്. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ, കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞുമാണ് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഉറപ്പായിട്ടും ഇത് 2 അല്ലെങ്കിൽ അതിലധികമോ ശ്രേണികളായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ശ്രേണിയെങ്കിലും ഇവിടെ ഉണ്ടാകും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെ നമുക്ക് ഒന്നിടവിട്ട ശ്രേണിയായിട്ട് പരിശോധിക്കാം. നോക്കി മക്കളെ, 4 6 ആവാൻ നമുക്കറിയാം 2 കൂടണം. 6 8 ആവാനും 2 കൂടണം. ശരിയാണോ? അതുപോലെ ഈ ശ്രേണി ഒന്ന് പരിശോധിച്ച് 10 13 ആവാൻ 3 കൂടണം. എങ്കിൽ ഇവിടെ വരേണ്ട ഡാഷ് എന്ന് പറയുമ്പം ഈ ശ്രേണിയിൽ നിന്നുമാണ് പോകേണ്ടത്. അപ്പൊ വീണ്ടും ഒരു 3 കൂടി, 13നോട് 3 കൂടി 16. നമ്മുടെ ശരിയായ ഉത്തരം 16. ഈ ശ്രേണിയിലെ വിട്ടുപോയ ഭാഗം 16. ഓപ്ഷൻ ബി 16 ആണ് ശരി. മനസ്സിലായോ? അപ്പൊ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും പോകുന്ന എല്ലാ ശ്രേണികളും ഏകദേശം ഒരു 90% ഇങ്ങനെ തന്നെ ആയിരിക്കും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ചോദ്യം 50 മൈനസ് 15/3 ഇൻറ്റു 10 പ്ലസ് 27 എന്നാണ് ചോദ്യം. 10 പ്ലസ് 27 10 പ്ലസ് 27 എന്നാണ്. 50 മൈനസ് 15 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 പ്ലസ് 27. ഞാനത് മാറ്റി എഴുതാം. 50 മൈനസ് 15 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 പ്ലസ് 27. പ്ലസ് 27 ആണേ, പ്ലസ് 27 ആണ്. എങ്കിൽ ഇതിന്റെ വിലയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇതിന്റെ വില കണ്ടെത്തുമ്പോൾ നോക്കാം. നമുക്കറിയാം ബോർഡ് മാസ് ആണ് സംഭവം, ബോർഡ് മാസ്. അപ്പൊ ബോർഡ് മാസിനകത്തിൽ നമ്മൾ ആദ്യം ക്രിയ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് എന്ന വാക്കില്ല, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഡിവിഷൻ കിടപ്പുണ്ട്. ആദ്യം ഇതിനെ നമുക്ക് ക്രിയ ചെയ്യാം. 15/3 നമുക്കറിയാം, 15/3 എന്ന് പറഞ്ഞാൽ 5 ആണ്. ശേഷം വലത്തോട്ട് ഇൻറ്റു 10 പ്ലസ് 27. ക്ലിയർ? ഇവിടോട്ട് ഇടത്തോട്ട് മൈനസ് എഴുതി ഒരു 50 കൂടെ. ഓക്കെ ആണോ? അപ്പം ഡിവിഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആദ്യം ഇത് ക്രിയ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ 5 ഇൻറ്റു 10 50 പ്ലസ് 27 വലത്തോട്ട്, ഇടത്തോട്ട് ഒരു മൈനസും ശേഷം ഒരു 50. ഇനി സുഹൃത്തുക്കളെ, പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ നമുക്കറിയാം, പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചെയ്തു തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പം മക്കളെ, പ്ലസ് 50ഉം മൈനസ് 50 കൂടെ 0 ആയി പോകും. പ്ലസ് 50ഉം മൈനസ് 50 കൂടെ 0 ആയി പോയാൽ പിന്നെ നമ്മുടെ ഉത്തരം 27. നമ്മുടെ ശരി ഉത്തരം 27. ഇവിടെ പ്ലസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം 27. ശരി ഉത്തരം ഓപ്ഷൻ എ 27 ആണ്. ഓപ്ഷൻ എ 27. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ ബോർഡ് മാസ് 1 മാർക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് പോകണം അടുത്ത പരീക്ഷയിലും. ക്ലിയർ? ശരി. 5/4 ഇൻറ്റു 5/3 ബൈ 5/7. 5/4 ഇൻറ്റു 5/3 ബൈ 5/7. കൃത്യംഗങ്ങൾ. മക്കളെ, LDC നിലവാരത്തിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൃത്യംഗങ്ങൾ. പക്ഷേ ചോദ്യം LGS നിലവാരത്തിലായി പോയി. അപ്പം നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കോണം, ഇവിടെ കൃത്യംഗം ചോദിക്കും. അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ചോദ്യമായിരിക്കണം നമ്മൾ പ്രതീക്ഷിച്ച് പോകേണ്ടത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇങ്ങനെ 5/4 ഇൻറ്റു 5/3 ബൈ 5/7. കൃത്യംഗ നിയമങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ കിടക്കുന്ന ഇവന്മാര് ഏത് രൂപത്തിലാണ്? a/m ഇൻറ്റു a/n എന്ന് നമുക്കറിയാം. അതിനെ a/m പ്ലസ് n എന്ന് എഴുതാം. a/m ഗുണം a/n എന്ന് പറഞ്ഞാൽ a/m പ്ലസ് n എന്ന് പറഞ്ഞാൽ
5/4+3 എന്ന് പറഞ്ഞാൽ 5/7 എന്ന് വരും. ഡിവൈഡഡ് ബൈ വീണ്ടും 5/7. നമുക്കറിയാം മുകളിലും താഴെയും ഒരേപോലുള്ള സംഖ്യ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. മുകളിലും 5/7, താഴെയും 5/7, വെട്ടിപ്പോയാൽ 1 വരും. അതായത് മുകളിലും ഒരു തവണ താഴെയും ഒരു തവണ 1/1 1 വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി 1. ശരിയാണോ? നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1. ക്ലിയർ? അടുത്ത ചോദ്യം. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? ഓപ്ഷൻ ഉണ്ട് 2/1, 2/10, 2/0, 2/11. ഇതിൽ കുറച്ച് പേരെങ്കിലും എഴുതി വെച്ച് കാണും മക്കളെ 2/1. 2/10 2/1 കൂട്ടിയാൽ 2/11 കിട്ടുമെന്ന് കുറച്ച് പേരെങ്കിലും എഴുതി വെച്ച് കാണും. അല്ല, ഇതും ഒരു കൃത്യങ്കത്തിലെ ചോദ്യം തന്നെയാണ് മക്കളെ. കൃത്യങ്കത്തിനകത്ത് നിന്ന് 2 ചോദ്യം വന്നു. അപ്പൊ മനസ്സിലായി. 2/10 ഇത് ചെയ്യുന്ന ശരിക്കും ഉള്ള മാർഗം എന്താ നോക്കി. 2/10 എന്തോ ഒരു സംഖ്യ, ആ സംഖ്യ നമുക്കറിയത്തില്ല, അതിനെ എക്സ് എന്ന് വിളിക്കാം. എന്തോ ഒരു സംഖ്യ കൂട്ടിയാൽ 2/11 കിട്ടും. 2/10 എന്തോ ഒരു സംഖ്യ കൂട്ടിയപ്പം 2/11 കിട്ടുന്നു എങ്കിൽ ആ സംഖ്യ, അതായത് എക്സ് സമം 2/11. ഇനി ഇവിടെ പ്ലസ് ഉള്ള സാധനം ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും. അപ്പം -2/10 എന്ന് വരും. അതായത് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ 2/11 അതേപടി എഴുതി. ഇടതുവശത്ത് കിടക്കുന്ന 2/10 വലതുവശത്ത് വരുമ്പോൾ -2/10 എന്ന് വരും. എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറയ്ക്കുമ്പം പ്രത്യേകിച്ച് കൃത്യങ്ക നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരെ വെളിയിലെടുക്കാം. ഇവിടെയും 2/10 ഉണ്ട്, ഇവിടെയും 2/10 ഉണ്ട്. എങ്കിൽ മക്കളെ 2/10 വെളിയിലെടുത്താൽ ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ പിന്നെ 2/10 പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ 2/1 ബാക്കിയുണ്ട്. 2/1 മൈനസ് ഇവിടുന്ന് 2/10 വെളിയിൽ വന്നാൽ അവിടെ പിന്നെ 1 ഉണ്ട്, വെറും 1. ശരിയാണോ നോക്കണം. ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്നതും ഇതൂടെ ഗുണിച്ചാൽ ഇത് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ? 2/10 × 2/1 എന്ന് പറഞ്ഞാൽ 2/10 + 1 11 കിട്ടുന്നുണ്ട്. 2/10 × 1 എന്ന് പറഞ്ഞാൽ 2/10 കിട്ടുന്നുണ്ട്. ശരിയാ? അപ്പൊ മനസ്സിലായി. 2/10 × 2/1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2/1 2. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് 2/10 × 1 വിച്ച് മീൻസ് 2/10. അതായത് 2/10 ഏത് സംഖ്യ കൂട്ടിയാൽ 2/11 കിട്ടും എന്ന് ചോദിച്ചാൽ 2/10 ആണ് ശരിയായ ഉത്തരം. 2/10 ആണ് ശരിയായ ഉത്തരം. ഇനി ഇത് ചെയ്യുന്ന എളുപ്പമാർഗം നിങ്ങളെ ചോദ്യം ഇങ്ങനെയാണ്. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? നിങ്ങൾ ചെയ്യേണ്ടത് 2/10 2 തൊട്ടടുത്ത പവർ 11. 2/10 2/11. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? അല്ലെങ്കിൽ 5/6 എത്ര കൂട്ടിയാൽ 5/7 കിട്ടും? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിടത്തും 2. ആ 2ൽ നിന്ന് ഒരു സംഖ്യ, അതായത് 1 അങ്ങ് കുറയ്ക്കണം. 1 കുറച്ചാൽ മക്കളെ 1 വരും. 1 × ഇതിൽ ആദ്യം പറയുന്ന സംഖ്യ 2/10. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലായോ? അതായത് 1 × 2/10 എന്ന് പറഞ്ഞാൽ 2/10. അപ്പൊ 2/10 2/10 കൂട്ടിയാലാണ് നമുക്ക് 2/11 കിട്ടുന്നത്. ക്ലിയർ ആണോ? അതായത് മക്കളെ നോക്കി, 5/25 ഏത് സംഖ്യ കൂട്ടിയാൽ 5/26 കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 5/25 5/26 രണ്ടിടത്തും 5. 5ൽ നിന്ന് 1 കുറയ്ക്കണം. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. 4 ഗുണം ഇതിൽ ആദ്യം പറഞ്ഞ സംഖ്യ ഏതാ? 5/25. ഇതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ഒന്നുമില്ല. 7/19 എത്ര കൂട്ടിയാൽ 7/20 കിട്ടും എന്ന് ചോദിച്ചാൽ രണ്ടിടത്തും 7 അതുകൊണ്ട് 7ൽ നിന്ന് 1 കുറയ്ക്കണം 6 ഇൻറ്റു ആദ്യം പറഞ്ഞ സംഖ്യ 7/19. ഇതാണ് ശരി ഉത്തരം. മനസ്സിലായോ?
നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാ നോക്ക്, 3x സമം 729 ആയാൽ 3x - 1 എത്ര? ചോദ്യം 3x സമം 729 ആയാൽ 3x - 1 എത്ര? അപ്പൊ ഇത് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. 3x സമം 729 ആണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കും. അതായത് 729നെ ഘടകക്രിയ ചെയ്ത് 3ന്റെ എത്രാമത്തെ പവറാണ് 729 എന്ന് കണ്ടുപിടിക്കും. അപ്പോ എക്സിന്റെ വില കിട്ടും. എന്നിട്ട് ആ എക്സിന്റെ വില കൊണ്ടൊന്ന് ഇവിടെ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മക്കളെ അതൊന്ന് നോക്കി, നമുക്ക് അങ്ങനെ ചെയ്യണോ? വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ 3x എന്ന് പറഞ്ഞാൽ 3നെ എത്രയോ തവണ നമ്മൾ ഗുണിച്ചപ്പം, അതായത് 3x2 എന്ന് പറഞ്ഞാൽ 3 × 3 എന്നാ. 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3 എന്നാ. 3x4 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 എന്നാ. അപ്പം 3x എന്ന് പറഞ്ഞാൽ 3നെ x തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഗുണിച്ചപ്പോൾ 729 വന്നു എന്നാ പറയുന്നത്. എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? എടാ 3നെ x തവണ ഗുണിക്കേണ്ടിയിരുന്നില്ല, നീ ഒരു തവണ കുറച്ച് ഗുണിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഗുണിച്ചിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെ എന്നാ ചോദിക്കുന്നേ. അതായത് മക്കളെ 3നെ x തവണ ഗുണിച്ചാൽ 729 വരും. എന്നാൽ 3നെ x തവണ ഗുണിക്കേണ്ടായിരുന്നു. എടാ നീ x തവണ ഗുണിക്കേണ്ടായിരുന്നു, ഒരു തവണ കുറച്ച് ഗുണിച്ചാൽ മതിയായിരുന്നു. അപ്പൊ x തവണ ഗുണിച്ചപ്പോൾ 729. ഒരു തവണ കുറച്ച് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അധികമായിട്ട് ഗുണിച്ചു വെച്ചിരിക്കുന്ന ഒരു 3 കൊണ്ട് തിരിച്ചങ്ങ് ഹരിച്ചു വെച്ചാൽ മതി. ശരിയല്ലയോ? എടാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല. എന്തുവാ സംഭവം? യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് മക്കളെ ഇത് കണ്ടോ? ഇതെന്തോ സംഭവം? a⁻m - n എന്നാ കിടക്കുന്നത്. അതായത് 3m - n. നമുക്കറിയാം a⁻m - n വരുന്ന എപ്പോഴാ? a⁻m / a⁻n. ഇത് വരുമ്പോഴാണ് a⁻m - n വരുന്നത്. അതായത് 3x / 3x1. 3x - 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3x / 3x1 എന്നാണ്. എടാ എങ്കിൽ നമുക്ക് 3xന്റെ വില അറിയത്തില്ലയോ? 729. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3x1 എന്ന് പറഞ്ഞാൽ 3. 729 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയുമ്പം 243 എന്ന് ലഭിക്കും. 243. എങ്കിൽ 3x - 1ന്റെ വില ഓപ്ഷൻ എ 243 ആണ്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഓക്കെ ആണ്. ചോദ്യം 4x സമം 256 ആയാൽ 4x - 2ന്റെ വില എത്ര എന്നാണ് ചോദ്യം. എടാ 4x 256 ആയാൽ 4x - 2ന്റെ വില. എടാ ഈ സാധനം കിടക്കുന്നത് എങ്ങനെ? a⁻m - n എന്നാ കിടക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെ വരണമെങ്കിൽ ഇത് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് വരണം. എന്ന് പറഞ്ഞാൽ 4x ഡിവൈഡഡ് ബൈ 4x2 എന്ന് വരണം. നമുക്കറിയാം 4xന്റെ വില 256. അപ്പൊ ഡിവൈഡഡ് ബൈ 4x2 എന്ന് പറഞ്ഞാൽ തിരിച്ച് ഡിവൈഡഡ് ബൈ 4 × 4 എന്ന് എഴുതാം. ശരിയാണോ? വെട്ടാം. 4-നകത്ത് 4 ഒരു വെട്ടം, 25-നകത്ത് 6 4 24, ശിഷ്ടം 1 16-നകത്ത് 4 4 16. വീണ്ടും അടുത്ത 4 കൊണ്ട് വെട്ടുമ്പം 16 എന്ന് വരും. അതായത് 4x - 2ന്റെ വില 16. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. a:b സമം 2:5, b:c സമം 4:3 ആയാൽ a:b:c എത്ര? അംശബന്ധം അനുപാതം 1 മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എടാ അടുത്ത ടോപ്പിക്കാണ് അംശബന്ധം അനുപാതം. നമുക്ക് ഇനിയും വരാൻ പോകുന്ന പരീക്ഷയിൽ അവിടുന്ന് 1 മാർക്ക് വന്നേക്കാം. മക്കളെ ഈ ചോദ്യം നമുക്ക് തരം താഴ്ത്തി കാണാൻ പറ്റത്തില്ല. അതായത് LDC സമയത്ത് മുൻകാലങ്ങളിൽ LDC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു ടൈപ്പായിരുന്നു.
അപ്പോൾ ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ പോലും അന്നത്തെ ആ LDC നിലവാരത്തിലുള്ള അതേ ചോദ്യം ഇപ്പോഴും ചോദിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ LDCയുടെ നമ്മുടെ നിലവാരം വർദ്ധിച്ചു, അതാണ്. അല്ലാതെ ചോദ്യങ്ങൾ അതേ ലെവലിൽ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ A:B = 2:5, B:C = 4:3 ആയാൽ A:B:C നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് മക്കളെ A:B:C ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് തുടങ്ങുന്നത് A മുതലാണ്, ഇത് എൻഡ് ചെയ്യുന്നത് C വരെയാണ്. എടാ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് തുടങ്ങുന്നത് Aയിൽ നിന്നും അവസാനിക്കുന്നത് C വരെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് A:B:C നിരത്തി അങ്ങ് എഴുതും. A:B:C നിരത്തി അങ്ങ് എഴുതും. ഓക്കെ ആണോ? എന്നിട്ടോ അടുത്ത സ്റ്റെപ്പ് A:B എന്ന് പറഞ്ഞാൽ 2:5, അതായത് A 2 ആണെങ്കിൽ B 5 വരും. B:C എന്ന് പറഞ്ഞാൽ 4:3, B 4 ആണെങ്കിൽ C 3 വരും. ഓക്കെ, ശരി. ശേഷം നമ്മുടെ അടുത്ത പരിപാടി, നമ്മൾ അംശബന്ധം അനുപാതം പഠിച്ചവരാ, നമ്മൾ തികച്ചെഴുതി ഗുണിക്കും. നമ്മൾ പറഞ്ഞ മാർഗമാ. എടാ തികച്ചെഴുതി ഗുണിക്കും എന്ന് പറഞ്ഞാൽ ഈ വരിയിൽ ഒരു C ഇല്ല, C മിസ്സിങ്ങാ, ശരിയാണോ? അതുപോലെ ഈ വരിയിൽ ഒരു A ഇല്ല, A മിസ്സിങ്ങാ, ശരിയാണോ? അതായത് രണ്ട് വരിയിലും എല്ലാ ആളുകളും തികഞ്ഞു നിൽക്കണം. അപ്പൊ ഇവിടെ C മിസ്സിംഗ് ആണ്, അതുപോലെ ഇതാ ഇവിടെ A മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആര് വരും C എന്നറിയാൻ ഈ വരിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അവിടുത്തവനെ തികച്ചങ്ങോട്ട് എഴുതും. അപ്പൊ 5നെ തന്നെ അങ്ങോട്ട് എഴുതും, 5. അതുപോലെ ഈ വരിയിൽ ഇവിടെ ആര് വരണം എന്നറിയാൻ ഇവിടുന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഇവനെ ഇങ്ങോട്ട് എടുത്തെഴുതും. അപ്പൊ 4 ഇപ്പുറത്തും വരും, 4. ഓക്കെ ആണോ? 4. ശരി, നമുക്ക് ഗുണിക്കാം. 4 2 8, 5 4 20, 5 3 15. വെട്ടിക്കളയാൻ പറ്റത്തില്ല. 8:20:15. എടാ 2 4 ഗുണിച്ച 8, 5 4 ഗുണിച്ച 20, 5 3 ഗുണിച്ച 15. വെട്ടാൻ പറ്റത്തില്ല. 8:20:15. ഓപ്ഷൻ ബി 8:20:15. മനസ്സിലായോ? എളുപ്പമല്ലേ? നമുക്ക് അടുത്ത നോക്കാം. ബാ, അടുത്ത ചോദ്യം. ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര? ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് എത്ര? നിങ്ങൾ കാണുന്നുണ്ട്, ഒരു L ഷേപ്പിലുള്ള രൂപമാണ്. ഇതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കി, നമുക്കിതിനെ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഒരു ചതുരമാക്കാം. ഇതൊരു ചതുരമാണ്. എടാ ഇത് ഒരു ചതുരമാണ്. അപ്പൊ നമുക്കറിയാം, രണ്ട് ചതുരങ്ങളുടെയും കൂടെ വിസ്തീർണം കണ്ട് കൂട്ടിയാൽ ഇതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്കതാ ഇതിനെ ഇങ്ങനൊരു ചതുരമാക്കി പരിഗണിച്ചാൽ എടാ ഈ ചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. ആ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചതുരത്തിന്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാ? എടാ ചതുരത്തിന്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം നീളം വീതിയും ഉണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് LB ആണ്. നീളവും വീതിയുടെ ഗുണിക്കുന്നതാണ് നമ്മുടെ വിസ്തീർണം. എങ്കിൽ ഇതിന്റെ നീളം പറയുന്നുണ്ട് 10 സെന്റിമീറ്റർ, വീതി പറയുന്നുണ്ട് 3 സെന്റിമീറ്റർ. എങ്കിൽ ഇത്രയും ഭാഗത്തിന്റെ മാത്രം വിസ്തീർണം എന്നത് 10 × 3. ശരിയാണോ? എങ്കിൽ 10 × 3 ആണ്. 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത്രയും ഭാഗത്തിന്റെ മാത്രം, ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന ഭാഗത്തിന്റെ മാത്രം വിസ്തീർണം. ഇനി നമുക്ക് ഈ ഒരു വിസ്തീർണം കൂടി കണ്ടുപിടിക്കണം. ഈ ഒരു വിസ്തീർണം ഞാൻ വരയ്ക്കുന്നത് കണ്ടോ? ഈ ഒരു വിസ്തീർണം കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു വിസ്തീർണം കണ്ടുപിടിക്കാൻ ആ ഭാഗത്തിന്റെ മക്കളെ വീതി ഇവിടെ കിടപ്പുണ്ട് 2. നീളം ഇവിടെ മൊത്തം 6 സെന്റിമീറ്റർ ആണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. മൊത്തം 6 സെന്റിമീറ്റർ. അതിൽ മക്കളെ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. എങ്കിൽ ബാക്കി ഇവിടെ 3 ആണ് അല്ലേ? അപ്പൊ മനസ്സിലായി. എടാ അവന്റെ നീളം 3, അവന്റെ വീതി 2. നീളം 3, വീതി 2. നീളവും വീതി ഉണ്ടെങ്കിൽ നീളം ഗുണം വീതി, അതായത് 3 × 2 6 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഇവന്റെ വിസ്തീർണം 30 സെന്റിമീറ്റർ സ്ക്വയർ, ഇവന്റെ വിസ്തീർണം 6 സെന്റിമീറ്റർ സ്ക്വയർ. എങ്കിൽ ഈ രൂപത്തിന്റെ മൊത്തം പരപ്പളവ് 30 + 6 36 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ശരി ഉത്തരം 36 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായോ? ഇവിടെ വളരെ സില്ലിയായ ചോദ്യമാണ്, പാഠപുസ്തകത്തിൽ നിന്നും എടുത്ത ചോദ്യമാണ്. 5ലെയോ 6ലെയോ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത ചോദ്യമാണ്.
ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. 35, 28, എക്സ്, 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില എത്ര? മക്കളെ, ഇവരുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില, അതായത് 35, 28, എക്സ്, 42, 32 എന്ന ഒരു 5 വിലകളുണ്ട്. 5 വിലകൾ. ഇവരുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഈ 5 വിലകളുടെ ശരാശരി കാണാൻ പറയുമ്പോൾ നമ്മൾ സാധാരണ ശരാശരി കാണുന്നത് എങ്ങനെ? 35 അധികം 28 അധികം എക്സ് അധികം 42 അധികം 32 തന്നിരിക്കുന്ന 5 വാല്യൂം കൂടെ കൂട്ടും, അതിനെ അതിൻ്റെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കും. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ശരാശരി കാണുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചപ്പം 36 വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ 36 വന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ശരി, അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, കൂട്ടാം. കൂട്ടുമ്പം ദാ 35ഉം 28ഉം 42ഉം 32 കൂട്ടാൻ പറ്റും. ശരിയാണോ? അങ്ങനെ കൂട്ടുമ്പം 137 എന്ന് വരും. 137. 35ഉം 28ഉം 42ഉം 32 കൂട്ടിയപ്പം 137 എന്ന് വന്നു സുഹൃത്തുക്കളെ. അതിനോടൊപ്പം ഒരു എക്സും കൂടി കൂട്ടണം. എന്നിട്ട് അതിനെ 5 കൊണ്ട് ഹരിക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഹരിച്ചപ്പം മക്കളെ 36 വരുന്നു. ഇതാണ് ശരാശരിയുടെ മീനിങ്. 137 പ്ലസ് എക്സ് കൂടെ കൂട്ടി ബൈ 5, അത് ചെയ്തപ്പോൾ 36 വരുന്നു. നമുക്കറിയാം, ഇങ്ങനെ വന്നാൽ ഈ സാധനത്തിനെ നേരെ എടുത്തങ്ങ് ക്രോസ് ഗുണിച്ചാൽ മതി. അപ്പൊ എന്തോ വരും? 137 പ്ലസ് എക്സ് ഈക്വൽ ടു 36 ഇൻറ്റു 5 എന്ന് വരും. ഓക്കെ, അപ്പൊ 137 പ്ലസ് എക്സ് എന്ന് പറയുമ്പം 36 ഇൻറ്റു 5 നമുക്കറിയാം 35 150, 6 5 30, 180 എന്ന് വരും. 35 150, 6 5 30, 150 30 180 എന്ന് വരും. ഓക്കെ, എങ്കിൽ 137 പ്ലസ് എക്സിന്റെ വിലയാണ് 180. എങ്കിൽ എക്സിന്റെ മാത്രം വില 180 മൈനസ് 137. ഓക്കെ, 180 മൈനസ് 137 എന്ന് പറയുമ്പം 43. നമ്മുടെ ശരിയായ ഉത്തരം 43. അതായത് എക്സിന്റെ വാല്യൂ 43. നമുക്ക് വേണ്ടതും എക്സിന്റെ വിലയാണ്. എക്സിന്റെ വില ദാ ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്, 43. 43 ഈസ് അവർ റൈറ്റ് ആൻസർ. മനസ്സിലായോ? എളുപ്പമില്ലയോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദാ നോക്ക്, 1ഉം 2ൽ 3 3ൽ 2 പ്ലസ് 2ഉം 2ൽ 1 പ്ലസ് 3ഉം 3ൽ 1 എത്ര? വളരെ സിമ്പിളായ ചോദ്യം. 1ഉം 3ൽ 2, 1ഉം 3ൽ 2 അധികം 2ഉം 2ൽ 1 അധികം 3ഉം 3ൽ 1 ഈക്വൽ ടു ഡാഷ് എന്നതാണ് ചോദ്യം. ഇത് നമുക്ക് ഒരുപാട് മെനക്കേടില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു ചോദ്യമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം എണ്ണൽ സംഖ്യകൾ കൂട്ടിയങ്ങ് എടുക്കാം. മക്കളെ, എണ്ണൽ സംഖ്യകൾ കൂട്ടിയെടുക്കുമ്പം ദാ 1ഉം 2ഉം കൂടെ കൂട്ടിയ 3, 3ഉം 3ഉം കൂടെ കൂട്ടിയ 6. ശരിയാണോ? അപ്പൊ 6 എന്ന് അങ്ങോട്ട് എഴുതി. 6 എഴുതിയേ. അടുത്തത് 3ൽ 2 കണ്ടോ? 3ൽ 2 കിടക്കുന്നത് കണ്ടോ? 3ൽ 2ഉം 3ൽ 1 കൂടെ. ഇവിടെ ഒരു 3ൽ 1 കിടപ്പുണ്ട്. 3ൽ 1, 3ൽ 2ഉം 3ൽ 1. നമുക്കറിയാം ഒരേ ചേരമുള്ള 2 ഭിന്നസംഖ്യകളാണ്. 3ലെ 2ഉം 3ലെ 1 കൂടെ കൂട്ടിയ മക്കളെ 3ലെ 3. ശരിയാണോ? 3ലെ 2ഉം 3ലെ 1 കൂടെ കൂട്ടിയ 3ൽ 3 വിച്ച് മീൻസ് 1 എന്ന് വരും. അപ്പൊ അവിടെയും വന്ന് ദാ അവരെ തമ്മിൽ കൂട്ടിയ ഒരു ഒന്നുകൂടെ വന്നു. എന്നിട്ട് ഇനി കൂട്ടാൻ ആരും കൂടെ ഉള്ളു? ഈ ഒരരയും കൂടെ ഉള്ളു. ഒരരയും കൂടെ. അപ്പൊ 6 1 കൂട്ടി 7, 7ഉം അരയും 7.5. നമ്മുടെ ശരി ഉത്തരം 7.5 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സിമ്പിൾ അല്ലയോ? എന്തോ പറഞ്ഞേ? എണ്ണൽ സംഖ്യ 1, 2, 3 അത് 3 കൂട്ടിയ 6 എന്ന് വരും. പിന്നെ 3ൽ 2ഉം 3ൽ 1 കൂട്ടിയ 1 എന്ന് വരും. അപ്പൊ 6 1 7 പിന്നെ ഒരു അരയും കൂടെ ഉണ്ട്, 7.5. നമ്മുടെ ഉത്തരം 7.5. സിമ്പിളായിട്ട് കൂട്ടിയെടുക്കാം. അല്ലാതെ നമ്മൾ വിശ്വഭിന്നത്തിലാക്കിയിട്ട് LCM കാണാൻ നിൽക്കേണ്ട. ഇതാണ് എളുപ്പമാർഗം.
ഓക്കെ ആണോ? ക്ലിയർ അല്ലയോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്ക്, ഒറ്റയാനെ കണ്ടെത്തുക. ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: 29, 39, 49, 69. 29, 39, 49, 69. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉളവാക്കുന്ന ചോദ്യമാണെങ്കിലും രണ്ടോ മൂന്നോ വട്ടം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. എടാ, ഇതിന്റെ ശരി ഉത്തരം 29. ഇതിന്റെ ശരി ഉത്തരം 29. ഇനി ഞാൻ കാരണം പറയാം. എടാ, 39 ഒരു ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പറാണ്. എന്ന് പറഞ്ഞാൽ 39നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ശരിയാണോ? 3 കൊണ്ട് ഹരിക്കാം. 13, 3, 39. എടാ, 49 ഒരു ഭാജ്യസംഖ്യയാണ്. അതായത് 7, 7, 49. 7 കൊണ്ട് ഹരിക്കാം. എടാ, 69 ഒരു ഭാജ്യസംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ 23, 3, 69. 23, 3, 69. എന്നാൽ 29നെ നമുക്ക് 1 കൊണ്ടും ഹരിക്കാൻ കഴിയത്തില്ല. 1 ഗുണം 29, അതായത് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. നമ്മൾ അവനെ വിളിക്കുന്ന പേര് പ്രൈം നമ്പർ. എടാ, 29 ആണ് കൂട്ടത്തിലെ ഒറ്റയാൻ. അവനാണ് പ്രൈം നമ്പർ. ബാക്കി എല്ലാവരും കോമ്പോസിറ്റ് നമ്പറാണ്. നമ്മുടെ ശരി ഉത്തരം 29, 29, 29. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ കടന്നു വന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നമ്മൾ പഠിച്ചത്? ഓരോ ടോപ്പിക്കുകളുടെ പേരുകൾ പഠിക്കുക. എടാ, ഇവനെ നിങ്ങൾ നോക്കി വെച്ചിട്ട് അടുത്ത തവണ കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ, ഈ ടോപ്പിക്കിലെ കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചോദ്യം, ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 9-മതും പിന്നിൽ നിന്നും 8-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 8-മതും മുന്നിൽ നിന്നും 9-മതും പിന്നിൽ നിന്നും 8-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വരിയിൽ ഒരാളുടെ സ്ഥാനം ഇടത്ത് നിന്നും വലത്ത് നിന്നും, അല്ലെങ്കിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും. ഓക്കെ, അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങളും കൂടി കൂട്ടണം. തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങൾ കൂടി കൂട്ടണം. എന്നിട്ടോ അവിടെ നിന്നും 1 കുറച്ചാൽ മതിയാകും. ഓക്കെ, അപ്പം 9 8 കൂട്ടിയ 17. 17 മൈനസ് 1 16. അതായത് ആ വരിയിൽ ആകെ 16 പേരുണ്ട്. സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വരിയിൽ ജോണി ഇവിടെ നിൽക്കുക. ജോണി മുന്നിൽ നിന്നും 9-മത്, മക്കളെ മുന്നിൽ നിന്നും, അതായത് ഇവിടെ നിന്നും 9-മത്. അപ്പൊ മനസ്സിലായി, ഇവിടോട്ട് ബാക്കി 8 പേരുണ്ട്. 8 പേരുണ്ട്. ഓക്കെ, ഇവിടോട്ട് 8 പേരുണ്ട്. അതുപോലെ പിന്നിൽ നിന്നും 8-മത്, ഇവിടെ നിന്നും 8-മതാ. അപ്പൊ ഇവിടെ നിന്നാണ്ട് ഇവനെ എണ്ണുമ്പോൾ 8-ാം സ്ഥാനത്താണ്. അപ്പൊ ഇവിടെ ബാക്കി ഒരു 7 പേരുണ്ടെന്ന് മനസ്സിലായി. 7 പേര്. അപ്പൊ ഈ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 7 പേര്, ഇവിടെ ഒരു 8 പേര്. 7ഉം 8ഉം 15. ശേഷം ജോണിയും കൂടെ കൂട്ടിയ 16. മൊത്തം 16 പേരുണ്ട്. അപ്പൊ ആ വരിയിൽ മൊത്തം 16 പേരുണ്ട്. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി 16. ഇത് ചെയ്യുന്ന എളുപ്പമാർഗമാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു വരിയിൽ ഒരു വ്യക്തിയുടെ 2 സ്ഥാനങ്ങൾ അറിയാമെങ്കിൽ അത് തമ്മിൽ കൂട്ടുക, ശേഷം 1 കുറയ്ക്കുക. അത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കുക. മനസ്സിലായോ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്നു ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്നു സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്നു ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്ന് അയാൾ ഇപ്പോൾ എയിൽ നിന്നും എത്ര അകലെയാണ്? ഓപ്ഷൻ ഉണ്ട്: 65 മീറ്റർ, 35 മീറ്റർ, 45 മീറ്റർ, 55 മീറ്റർ. നല്ല ചോദ്യമാണ്. ഡയറക്ഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡയറക്ഷൻ, ദിശാബോധം. അപ്പൊ ദിശാബോധത്തിൽ നിന്ന് ഇനിയും നല്ല നല്ല ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദിശാബോധത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചോദ്യം ഇങ്ങനെ: ഒരാൾ മക്കളെ എ എന്ന സ്ഥലത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്നു. ഏത് ഡയറക്ഷനിലോട്ടാണ് നടന്നത് എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണേലും വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുക. ഇതാണ് എ. ഇവിടെ നിന്നും
അയാൾ 25 മീറ്റർ മുന്നോട്ട് നടന്നു. ഇതാണ് 25 മീറ്റർ മുന്നോട്ട് നടന്നത്. 25 മീറ്റർ മുന്നോട്ട് നടന്നു, ബിയിലെത്തി. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുവാണ്. ഇത് എ ആണ്. ഇവിടെ നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്ന് 25 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. അപ്പൊ ഇതാണ് ബി. ഓക്കെ, ഇതാണ് ബി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടുന്ന് പോകുന്നവൻ, ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലോട്ട് പോയവന്റെ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, അങ്ങോട്ടാണ്. ഇടത്തോട്ട് 10 മീറ്റർ നടന്നു. ബിയിൽ നിന്ന് മക്കളെ 10 മീറ്റർ ഇടത്തോട്ട്, 10 മീറ്റർ, വെറും 10 മീറ്റർ ഇടത്തോട്ട് നടന്നു. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്ന് സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ, വലത്തോട്ട്, ഇവിടുന്ന് പോകുന്നതിന്റെ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ മക്കളെ, വലത്തോട്ട് 20 മീറ്റർ, 20 മീറ്റർ നടന്നു. വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. ഇവിടുന്ന് വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ശരിയാണോ? ഇവിടുന്ന് വീണ്ടും ഒരു 10 മീറ്റർ, നമുക്കറിയാം 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ നീളം തന്നെ, അപ്പൊ അത്രയും തന്നെ താഴോട്ട് നടന്നു. ശരി, ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. എങ്കിൽ അയാൾ ഇപ്പോൾ എയിൽ നിന്നും എത്ര അകലെയാണ്? എയിൽ നിന്നും എത്ര അകലെയാണ്? നമുക്കറിയാം എ ഇതാ, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എങ്കിൽ ഇവിടെ നിന്നും എത്ര അകലെയാണ്? എയിൽ നിന്നും എത്ര അകലെയാണെന്നാണ് ചോദ്യം. എയിൽ നിന്നും എത്ര അകലെയാണെന്ന് നമുക്കറിയാം. ഇവിടെ 25 മീറ്റർ, ഇവിടെ 20 മീറ്റർ. എങ്കിൽ 25ഉം 20 ചേർത്ത് വായിച്ചാൽ ഇവിടെ മൊത്തത്തിൽ 45 മീറ്റർ അകലെയാണ്. നമ്മുടെ ശരി ഉത്തരം 45 മീറ്റർ അകലെയാണ് അയാൾ എയിൽ നിന്നും. 45 മീറ്റർ അകലെയാണ്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിക്കാം, നോക്കിക്കോ. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന്, ഇതാണ് എ എന്ന സ്ഥലം. ഇവിടെ നിന്നും 25 മീറ്റർ മുന്നോട്ട് ഞാൻ നേരെ വരയ്ക്കുക. അപ്പൊ 25 മീറ്റർ മുന്നോട്ടായി. 25 മീറ്റർ മുന്നോട്ട് നടന്നു, ബിയിലെത്തി. ഇതാണ് ബി. ബിയിൽ നിന്നും ഇടത്തോട്ട് മക്കളെ, ഇവിടുന്ന് പോകുന്നതിന്റെ ഇടത്തോട്ട് ഇവിടെ ഇടത്തോട്ട് 10 മീറ്റർ നടന്നു സിയിലെത്തി. അപ്പൊ ഇവിടാണ് സി. ഇനി സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ. അപ്പൊ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലത്തോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ. അപ്പം 20 മീറ്റർ വലത്തോട്ട് നടന്നു. 20 മീറ്റർ വലത്തോട്ട് നടന്നു. 20 മീറ്റർ വലത്തോട്ട് നടന്നു, ഡിയിലെത്തി. 20 മീറ്റർ വലത്തോട്ട് നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. ഡിയിൽ നിന്നും വലത്തേക്ക് 10 മീറ്റർ. അപ്പൊ നമുക്കറിയാം ഇത് 10 ആയതുകൊണ്ട് ഇവിടെയും അതേ ലെങ്ത് തന്നെ വരയ്ക്കണം, 10 മീറ്റർ. ഓക്കെ, 10 മീറ്റർ നടന്ന് ഒരു സ്ഥലത്തെത്തി. എങ്കിൽ നമ്മുടെ ചോദ്യം, ഇവൻ എയിൽ നിന്നും എത്ര മീറ്റർ അകലെയാണെന്ന്. എയിൽ നിന്ന് നമുക്കറിയാം ഇത്ര മീറ്റർ ഉണ്ട്. ഇതാണ് എയിൽ നിന്നുള്ള അകലം. എങ്കിൽ എയിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 25 മക്കളെ, ഇവിടെ 20, അപ്പൊ ഇവിടെ 20. എങ്കിൽ മൊത്തം 20ഉം 25ഉം ചേർത്ത് വെച്ചാൽ 45 മീറ്റർ അകലെയാണ്. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി, 45 മീറ്റർ അകലെയാണെന്ന് പറയാം. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം, നോക്കാം. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? ഒന്നുമില്ല, 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 തന്നെ മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കലണ്ടർ എന്ന ടോപ്പിക്ക് നമ്മൾ സസൂക്ഷ്മം കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ ആ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ് ഒരു വർഷത്തിലെ തന്നെ 2 വ്യത്യസ്ത മാസങ്ങളും തീയതികളും വന്നാൽ, ഒരേ വർഷത്തിലെ തന്നെ 2 വ്യത്യസ്ത മാസങ്ങളും തീയതികളും വന്നാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പൊ 2020 ഫെബ്രുവരി 1-ാം തീയതി വരെ നമുക്കറിയാം. 2020 ഫെബ്രുവരി 1-ാം തീയതി വരെ നമുക്കറിയാം ശനിയാഴ്ചയാണ്. അപ്പൊ ഫെബ്രുവരി 2-ാം തീയതി തൊട്ട് നമുക്കറിയത്തില്ല. അപ്പം 2020 ഫെബ്രുവരി 1-ാം തീയതി വരെ കടന്നു പോയി ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് എടുക്കണം. എങ്കിൽ 2020 ഫെബ്രുവരി മാസം ബാക്കി നമുക്കറിയാം. 2020 എങ്ങനൊരു വർഷമാണ്? ഒരു ലീപ് ഇയറാ, അതിവർഷമാണ്. 2020 ഒരു അതിവർഷമാണ്. ഈ വർഷത്തിൽ ഫെബ്രുവരി
29 ദിവസം കാണും, 29 ദിവസം. അതിൽ ഒരു ദിവസം കടന്നുപോയാൽ ഫെബ്രുവരി മാസം ബാക്കി ഇനി വരാനുള്ളത്, കാര്യം ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണ്, 1 വരെ നമുക്കറിയാം, 1 വരെ കടന്നുപോയി, ബാക്കി ആ മാസത്തിൽ 28 ദിവസം വരാനുണ്ട്. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഫെബ്രുവരി മാസം തീർന്നു. എങ്കിൽ മാർച്ച് 1-ാം തീയതി ഏത് ദിവസം ഉപയോഗിക്കുന്നത്? അപ്പം മാർച്ച് മാസം 1-ാം തീയതി ആകാൻ ബാക്കി അതിൻ്റെ ഇടയ്ക്ക് വേറെ മാസമൊന്നും വരണ്ട. മാർച്ച് 1 ആകാൻ മാർച്ച് മാസം 1 വരെ വരണം, 1-ാം തീയതി ആകണം. എന്ന് പറഞ്ഞാൽ 28ഉം ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം മൊത്തം 29 ദിവസം വരണം. സുഹൃത്തുക്കളെ, ഫെബ്രുവരി 1-ാം തീയതി കടന്നുപോയി, അപ്പൊ അവൻ എടുക്കരുത്. ബാക്കി ഫെബ്രുവരി 2-ാം തീയതി തൊട്ട് മാർച്ച് 1-ാം തീയതി ആകുന്നത് വരെ 29 ദിവസമുണ്ട്. എങ്കിൽ മക്കളെ, ഈ 29 ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ആഴ്ചകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് 29നെ നമുക്കറിയാം 7 കൊണ്ട് ഹരിക്കണം. 7 4 28, ശിഷ്ടം 1 വരും. എന്ന് പറഞ്ഞാൽ ഈ 29 ദിവസത്തിൽ 4 ആഴ്ചകൾ കടന്നുപോയി, എന്നിട്ട് ഒരു ദിവസം അധികവും വരും. അപ്പോഴാണ് മാർച്ച് 1 ആകുന്നത്. അതായത് സുഹൃത്തുക്കളെ, ഈ ശനിയാഴ്ചയ്ക്കൊപ്പം 4 ശനിയാഴ്ചയും കടന്നുപോയി, ഒരു ദിവസത്തോട് അധികം വരുമ്പോഴാണ് നമ്മുടെ മാർച്ച് 1 ആകുന്നത്. എങ്കിൽ ശനിക്കൊപ്പം 4 ശനി കൂട്ടിയ പിള്ളേരെ വീണ്ടും ശനി. അപ്പൊ അത് കൂട്ടണ്ട. എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശനിയാഴ്ചയ്ക്കൊപ്പം കിട്ടുന്ന ഈ ശിഷ്ടമേതോ അത് കൂട്ടിയാൽ മതി. എങ്കിൽ ശനി +1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഞായർ. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ഞായറാണ്. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ പറഞ്ഞത്? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ ആണ്. കലണ്ടറൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതും കേട്ടതുമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? കൂടെ പിടിക്കൂ. നോക്കാം. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? നോക്കിയ മക്കളെ, ഓപ്ഷൻ ഉണ്ട്. എ ഗുണം ബി, എ ഗുണം ബി +2, എ + ബി +1, എ + ബി. പറയുന്നത് ഇങ്ങനെയാണ്, എയും ബിയും ഒറ്റ സംഖ്യകളായാൽ എന്നാണ് പറയുന്നത്. അപ്പം അത്യാവശ്യം ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രോപ്പർ മാർഗം, അല്ലെങ്കിൽ ശരിയായ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗം, ഉദാഹരണം ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എയും ബിയും 2 ഒറ്റ സംഖ്യകളെന്നാണ് പറയുന്നത്. 2 ഒറ്റ സംഖ്യ, 2 ഒറ്റ സംഖ്യ. അപ്പം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇനി അറിയത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഉദാഹരണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എയ്ക്കും ബിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഒറ്റ സംഖ്യ ഇട്ട് കൊടുക്കണം. ഒറ്റ സംഖ്യകളാ രണ്ടും. 2 ഒറ്റ സംഖ്യ ഇട്ട് കൊടുക്കാം. 1 എന്നും 3 എന്നും എടുക്കാം. 3 എന്നും 5 എന്നും എടുക്കാം. 5 എന്നും 7 എന്നും എടുക്കാം. 7 എന്നും 9 എന്നും എടുക്കാം. അപ്പൊ കുറച്ച് പേർക്ക് സംശയം തോന്നും, അടുത്തടുത്ത 2 സംഖ്യകളെ എടുക്കാൻ പാടുള്ളൂ എന്ന്. അല്ല, 5ഉം 15ഉം എടുക്കാം. 17ഉം 23 എടുക്കാം. 27ഉം 511 എടുക്കാം. എടാ, ഇഷ്ടമുള്ള എവിടെങ്കിലും 2 സംഖ്യ, ഒറ്റ സംഖ്യ ആയിരിക്കണം എന്നേ ഉള്ളൂ, എടുക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ നല്ലത് ചെറിയ 2 സംഖ്യ എടുക്കുന്നതാണ്. 1 3 എടുക്കാം. ചിലപ്പോൾ 1 എടുക്കുമ്പോൾ കൺസെപ്റ്റ് കിട്ടത്തില്ലല്ലോ എന്ന് തോന്നൽ വന്നാൽ അടുത്ത 2 സംഖ്യ എടുക്കാം. ഒന്നുകിൽ 3 5. ഞാൻ മക്കളെ 3 7 എടുക്കുവാണേ, 3ഉം 7ഉം കൂടെ എടുക്കുക. 3 7 ഒരു കുഴപ്പമില്ലേ? ഇനി അവര് പറയുന്ന എ ഗുണം ബി ചെയ്യുക. ഒന്നാമത്തെ എ ഗുണം ബി, അതായത് 3 ഗുണം 7 21. മക്കളെ, എ ഗുണം ബി 21. ഇരട്ട സംഖ്യയാണോ? നമ്മുടെ ചോദ്യം ഇരട്ട സംഖ്യ ആകുന്നത് ഏതെന്നാ. ഇരട്ട സംഖ്യ കിട്ടിയില്ല. അടുത്തത് എ ഗുണം ബി +2. 3 ഗുണം 7 21. 21 + 2 എന്ന് പറഞ്ഞാൽ 23 വരും. വരത്തില്ല. അടുത്ത എ + ബി +1. 3 ഗുണം 7 3 + 7 10. 10 + 1 11. അതും ഇരട്ട സംഖ്യയല്ല. എങ്കിൽ എ + ബി 3 + 7 10 10 ഇരട്ട സംഖ്യയാണ്. അപ്പൊ അതാ ഇരട്ട സംഖ്യ ആകുന്ന ഓപ്ഷൻ എ + ബി ആണ്. ഇനി ഇത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചേരെ മക്കളെ, എപ്പോഴും 2 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. എപ്പോഴും 2 ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. എപ്പോഴും 2 ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതാ അടുത്ത ചോദ്യം ഇങ്ങനെ. 12 ഗുണം 34 ഗുണം 41 375. 53 ഗുണം
81 ഗുണം 62 898 എങ്കിൽ 43 ഗുണം 25 ഗുണം 13 എത്ര എന്നാ ചോദിക്കുന്നത്? ഓപ്ഷൻ ഉണ്ട് 474, 774, 477, 747. ചോദ്യം ഒരിക്കൽ കൂടെ. 12 × 34 × 41 375, 53 × 81 × 62 898 ആണെങ്കിൽ 43 × 25 × 13 എത്ര? നല്ല ചോദ്യമോ, ഒരു മെന്റലബിലിറ്റി ആണ്. പലരെയും പരീക്ഷാ ഹാളിൽ കുടുക്കിയ ഒരു ചോദ്യം ഇതാണെന്ന് കരുതുന്നു. കുറച്ച് പേരെങ്കിലും ആൻസർ ചെയ്തില്ല, പക്ഷേ വളരെ സിമ്പിൾ ചോദ്യമാണ്. എടാ, നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. കണ്ടോണേ, വളരെ സിമ്പിളാണ്. നോക്കി മക്കളെ, 12 34 41 ഗുണിച്ചപ്പോൾ 375 വന്നെന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ ഗുണിച്ചാൽ 375-നേക്കാളൊക്കെ കുറെ അങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ ഗുണിച്ചിരിക്കുമല്ല. ഇനി ആദ്യത്തെ രണ്ടെണ്ണം ഗുണിച്ചിട്ട് അവസാനത്തെ കുറച്ചിരിക്കുവാണെന്നൊക്കെ നോക്കുമ്പോൾ അതുമല്ല. നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയുമോ? എടാ, ഒന്നുമില്ല, ഈ 1ഉം 2ഉം കൂടെ ഒന്ന് കൂട്ടി. ആദ്യം കിടക്കുന്ന 1ഉം 2ഉം കൂടെ കൂട്ടിയ മക്കളെ 3. അടുത്ത കിടക്കുന്ന 3ഉം 4ഉം ഒന്ന് കൂട്ടി. 3ഉം 4ഉം കൂട്ടിയ 7. അടുത്ത 4 ഒന്നുകൂടെ ഒന്ന് കൂട്ടി. 4 ഒന്നുകൂടെ കൂട്ടിയ 5. 375. എടാ, കിടക്കുന്ന 12, 34, 41. അതിലെ അക്കങ്ങളുടെ തുകയാണ് 375 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 1ഉം 2ഉം 3, 3ഉം 4ഉം 7, 4ഉം 1ഉം 5. അതുപോലെ എടാ, ഇവിടെ 5ഉം 3 കൂട്ടിയ 8, 8ഉം 1 കൂട്ടിയ 9, 6ഉം 2 കൂട്ടിയ 8, 898. സോറി, 898. 898 എങ്കിൽ നമ്മുടെ ഉത്തരം ചെയ്യാം. വളരെ സിമ്പിളാ. 4 3 കൂട്ടി 7, 2 5 കൂട്ടി 7, 1 3 കൂട്ടി 4, 774. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 774 ആണ്. വളരെ സിമ്പിളാണ്. എടാ, ഇത്ര എളുപ്പമുള്ള കണക്ക് ചോദിക്കൂ. ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും തിരിച്ചറിയാൻ പാടുപെട്ട്. ശരി ഉത്തരം 774. മനസ്സിലായോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. വാ. ചോദ്യം: ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? ഓപ്ഷൻ ഉണ്ട്: 160 മീറ്റർ, 80 മീറ്റർ, 1500 മീറ്റർ, 100 മീറ്റർ. ചോദ്യം ഒരിക്കൽ കൂടെ. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. മക്കളെ, 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ, 1500 മീറ്റർ സ്ക്വയർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? അപ്പൊ നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്ലൂ ഇങ്ങനെയൊക്കെയാണ് മക്കളെ. ഒരു ചതുരാകൃതിയായ അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ നീളം 50 മീറ്റർ. ഒരു ചതുരത്തിന്റെ നീളം 50 മീറ്റർ. നീളം തന്നിട്ടുണ്ട് 50 മീറ്റർ. വിസ്തീർണം അഥവാ ഏരിയ തന്നിട്ടുണ്ട് 1500 മീറ്റർ. എങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ വീതി കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയൊക്കെ പിന്നെ. എടാ, തന്നിരിക്കുന്നത് ഇതിന്റെ നീളവും വിസ്തീർണവും. നമുക്കറിയാം, എടാ, ഇതിന്റെ വിസ്തീർണം കാണുന്നത് നീളം ഗുണം വീതിയാണ്. എടാ, നീളം ഗുണം വീതിയാണ് അതിന്റെ ഏരിയ. നീളം ഗുണം വീതി LB, അതാണ് അതിന്റെ ഏരിയ. എങ്കിൽ ഇതിന്റെ നീളം നമുക്കറിയാം 50 മീറ്റർ. വീതി നമുക്കറിയത്തില്ല. തൽക്കാലം B എന്ന് വിളിക്കാം. അത് ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ 1500 മീറ്റർ സ്ക്വയർ വരുന്നത്. നീളം ഗുണം വീതി ചെയ്തപ്പോഴാണ് 1500 മീറ്റർ സ്ക്വയർ വരുന്നത്. എങ്കിൽ B മാത്രം കണ്ടുപിടിക്കാൻ 1500 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. 0 വെട്ടാം. 5-നകത്തിൽ 5 വെട്ടാം. 15-നകത്തിൽ 3 തവണ 30 എന്ന് വരും. അതായത് വീതി 30 മീറ്റർ എന്ന് വരും. വീതി 30 മീറ്റർ എന്ന് വരും. വീതി 30 മീറ്റർ ആണേ. മനസ്സിലായി? വീതി 30 മീറ്ററാണ്. ഇവിടെ തന്നിരിക്കുന്നത് നീളമുണ്ട്, വിസ്തീർണമുണ്ട്. നമുക്കറിയാം നീളം ഗുണം വീതിയാണ് വിസ്തീർണം. അപ്പൊ L × B ആണ് ഏരിയ. അപ്പം L ന്റെ സ്ഥാനത്ത് 50, B നമുക്കറിയത്തില്ല, ഈക്വൽ ടു 1500.
ബി സമം 1500/50 30 മീറ്റർ എന്ന് വരും. അപ്പോൾ വീതി കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? എങ്കിൽ ഈ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം, അതായത് ഈ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ചുറ്റളവ്, ചുറ്റും കെട്ടുന്ന വേലി ചുറ്റളവ്, ചുറ്റും കെട്ടുന്ന വേലി ചുറ്റളവ്, ഇതിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എല്ലാ സൗഹൃദങ്ങളോടും ദാ പറയാണ് കണ്ടുപിടിക്കേണ്ട എന്താ? ഇതിൻ്റെ ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം അഥവാ ചുറ്റളവ്. അപ്പോൾ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം മക്കളെ 2 × L + B ആണ്. 2 × L + B ആണ്. അപ്പോൾ 2 × നമ്മുടെ ലെങ്ത് 50 ആണ് പ്ലസ് നമ്മുടെ ബ്രെഡ്ത്ത് 30 ആണ്. അപ്പോൾ 2 × 50 30 കൂട്ടിയാൽ നമുക്കറിയാം 80. 80 × 2 എന്ന് പറഞ്ഞാൽ 160. 160 മീറ്റർ. 160 മീറ്റർ ആണ് നമ്മുടെ വേലിയുടെ നീളം. ചുറ്റും കെട്ടുന്ന നമ്മുടെ വേലിയുടെ നീളം 160 മീറ്റർ ആയിരിക്കും. ശരി ഉത്തരം ദാ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 160 മീറ്റർ ആണ് ശരിയായ ഉത്തരം. മനസ്സിലായോ? എളുപ്പമില്ലയോ? ഒന്നുമില്ല, വളരെ സിമ്പിളായ ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്തിലോട്ട് പോകാം. അപ്പോൾ ഒരു ചതുരത്തിന്റെ വിസ്തീർണം തന്നിട്ടുണ്ട്, ചുറ്റളവ് കാണാനാണ് ചോദിക്കുന്നത്. ഒരു ചതുരത്തിന്റെ വിസ്തീർണം തന്നിട്ട് ചുറ്റളവ് കാണാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഒരു പക്ഷേ അടുത്ത പരീക്ഷയിൽ ചുറ്റളവ് തന്നിട്ട് വിസ്തീർണം ചോദിച്ചേക്കാം. ചുറ്റളവ് തന്നിട്ട് വിസ്തീർണം ചോദിച്ചേക്കാം. അപ്പോൾ 2 × L + B യുടെ വില ഈക്വൽ ടു തന്നിരിക്കുന്ന ചുറ്റളവ്. എന്നിട്ട് അതിനകത്ത് നിന്ന് ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വിസ്തീർണം കാണാനും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഇതാ നോക്കി മക്കളെ. ഒരു ക്ലോക്കിലെ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഒരു ക്ലോക്കിലെ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ. അതായത് ഒരു ക്ലോക്കിലെ സമയം 9 മണി, ഒരു ക്ലോക്കിലെ സമയം കൃത്യം 9 മണി കാണിക്കുന്നു എങ്കിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺ എത്ര എന്നാണ് ചോദ്യം. അപ്പം 9 മണി കാണിക്കുമ്പോൾ കോണളവ് കണ്ടുപിടിക്കാൻ ദാ സംഭവം എത്രയേ ഉള്ളൂ മക്കളെ, കൃത്യം 9 മണിയാണ് കാണിക്കുന്നത്. കൃത്യം 9 മണി. കൃത്യം 9 മണി കാണിക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് മിനിറ്റ് ഇല്ലാത്ത സമയങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ മിനിറ്റ് ഇല്ലാത്ത അതാ 9 മണി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കോണളവ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ആ തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. സുഹൃത്തുക്കളെ, തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 9 3 27 270 ഡിഗ്രി എന്ന് വരും. പക്ഷേ നിങ്ങൾക്ക് 270 ഡിഗ്രി ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എടാ, നമുക്ക് കിട്ടുന്ന 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാ ഈ വലിയ കോണളവാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത് അതല്ല. ദാ ഈ ചെറിയ കോണളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഒന്നുകൂടെ, ഈ വലിയ കോണളവാണ് നമുക്ക് കിട്ടി 270. എന്നാൽ ചോദിക്കുന്ന ഈ ചെറിയ കോണളവാണ്. എങ്കിൽ ആ ചെറിയ കോണളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മൊത്തം ഇത് 360 ഡിഗ്രിയാണ്. അവിടുന്ന് ഇപ്പം കിട്ടി 270 ഡിഗ്രി കുറച്ചാൽ മാത്രം മതി. ശരിയാണോ? മതി. ഇത് എങ്ങനെ തിരിച്ചറിയും? എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാനൊന്നുമില്ല മകളെ. നമ്മൾ ഇങ്ങനെ ഗുണിക്കുമ്പം ക്ലോക്കിനകത്തിൽ എപ്പോഴെങ്കിലും 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ഒരു കോണളവ് വന്നാൽ, 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ഒരു കോണളവ് വന്നാൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ഒരു കോണളവ് വന്നാൽ നിങ്ങൾ എപ്പോഴും അത് 360 നിന്നും കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പം ദാ ലഭിക്കും 90 എന്ന്. നമ്മുടെ ശരിയായ ഉത്തരം 90 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? എങ്കിൽ ഇതാ നോക്കി 1-2 ചോദ്യങ്ങൾ. ഒരു ക്ലോക്കിൽ സമയം 4 മണി കാണിക്കുമ്പോൾ കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യണം? ഒന്നുമില്ല, മിനിറ്റ് ഇല്ല. മിനിറ്റ് ഇല്ലെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാൻ ദാ തന്നിരിക്കുന്ന മണിക്കൂർ × 30 4 × 3 12 120 ഡിഗ്രി. ഇത് 180നേക്കാൾ കൂടുതലല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട. ശരി ഉത്തരം 120 ഡിഗ്രി. ഒരു ക്ലോക്കിൽ സമയം 3 മണി കാണിക്കുമ്പോൾ കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ 3 × തന്നിരിക്കുന്ന മണിക്കൂറേ × 30
3 3 9 90 ഡിഗ്രി. ഇതാണ് ഉത്തരം. ഒരു ക്ലോക്കിൽ സമയം 7 മണി കാണിക്കുമ്പോൾ കോണളവ് ഒന്നുമില്ല, 7 ഗുണം 30, 7 3 210. അപ്പം മനസ്സിലായി 210 180-180 കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്നും 210 കുറയ്ക്കണം. 6 1 പോയാൽ 5, 3 2 പോയ 1, 150 ഡിഗ്രി. 150 ഡിഗ്രി ആയിരിക്കും 7 മണിയുടെ കോണളവ്. മനസ്സിലായോ? ഒന്നുമില്ല, ഒരു 11 മണി കാണിക്കുമ്പോൾ കോണളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 11 × 30 നമുക്കറിയാം 330 എന്ന് വരും. എടാ 330 എന്ന് പറഞ്ഞാൽ 180 കൂടുതലാണ്. അതുകൊണ്ട് 360 നിന്നും 330 കുറയ്ക്കണം. നമ്മുടെ ഉത്തരം 30 ഡിഗ്രി. 30 ഡിഗ്രി ആയിരിക്കും 11 മണി സമയത്തെ കോണളവ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പം മിനിറ്റ് ഇല്ലാത്ത സമയങ്ങളിലെ കോണളവ് കണ്ടുപിടിക്കാൻ മണിക്കൂറിന്റെ സംഖ്യ, ആ മണിക്കൂറിനെ നമ്മുടെ 30 ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിക്കുമ്പം 180 കൂടുതൽ വന്നാൽ സുഹൃത്തുക്കളെ എപ്പോഴും ഉത്തരം കണ്ടുപിടിക്കാൻ 360 നിന്നും നമുക്ക് കിട്ടിയ ഉത്തരം കുറയ്ക്കണം. ഓക്കെ ആണോ? ശരി, അടുത്ത ചോദ്യം ഇങ്ങനെ. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര? സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി 15% ലാഭത്തിൽ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില നമുക്കറിയാമല്ലോ. സോനു 1500 രൂപയ്ക്ക് ആ സൈക്കിൾ വാങ്ങിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു സാധനത്തിൻ്റെയും വാങ്ങുന്ന വിലയെ നമ്മൾ 100% എന്ന് വിളിക്കും. ഏതൊരു സാധനത്തിൻ്റെയും വാങ്ങുന്ന വിലയെ നമ്മൾ 100% എന്ന് വിളിക്കും. അപ്പം 100% കൊടുത്തിട്ടാണ് സോനു മേടിച്ചത്. ആ വിലയാണ് 1500. ആ വിലയാണ് 1500. ശേഷം 1500 കൊടുത്ത് മേടിച്ച്, അതായത് 100% കൊടുത്ത് മേടിച്ച്. എന്നിട്ട് സോനു ഇത് വിറ്റപ്പം അവന് 15% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അവന് ചെലവായ 100% കിട്ടി, ഒരു 15% പിന്നെയും കിട്ടി. മൊത്തം 100ഉം 15ഉം 115% കിട്ടി. ഇതിനാണ് ഹരിക്ക് വിറ്റത്. എങ്കിൽ ആ വിറ്റ വില എത്ര എന്നറിയത്തില്ല. നമ്മൾ ഈ സാധനം എടുത്ത് നേരെ ക്രോസ് ഗുണിക്കും. അങ്ങനെ ഗുണിക്കുമ്പം 115 ഗുണം 1500/100 എന്ന് വരും. 0 0 0 0 വെട്ടിക്കളയാം. ശേഷം 115 ഗുണം 15 1725 എന്ന് വരും. 1725. എങ്കിൽ ഹരിക്ക് വിറ്റ വില 1725 രൂപയ്ക്കാണ്. ക്ലിയർ അല്ലയോ? എങ്കിൽ സോനു ഈ സൈക്കിള് ഹരിക്ക് വിറ്റത് 1725 രൂപയ്ക്കാണ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു. എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? നല്ല ചോദ്യമാണ്. ഒരാൾ മക്കളെ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു. എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം. നമുക്കറിയാം 75 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 75 km/h എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്റർ പെർ അല്ല 60 മിനിറ്റിൽ, അതായത് 60 മിനിറ്റിൽ 75 കിലോമീറ്റർ. ഒരു മണിക്കൂറിനെ നമുക്ക് മാറ്റി 60 മിനിറ്റ് എന്ന് പറയാമല്ലോ. എങ്കിൽ മക്കളെ നമ്മുടെ ചോദ്യം ഇങ്ങനെ മാറ്റി എഴുതാം. എടാ 60 മിനിറ്റിൽ അവൻ 75 കിലോമീറ്റർ യാത്ര ചെയ്യും. 75 കിലോമീറ്റർ യാത്ര ചെയ്യും. ശരിയാണോ? അപ്പൊ മനസ്സിലായി. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. എങ്കിൽ 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 50 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാ ചോദ്യം. മനസ്സിലായി? ഒന്നുകൂടെ. 75 km/h എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 60 മിനിറ്റ്. 60 മിനിറ്റ് ആണ് പെർ അവർ. അപ്പൊ 60 മിനിറ്റിൽ 75 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ഇതേ കാർ 50 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് പറയേണ്ടത്. നമുക്കറിയത്തില്ല. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ക്രോസ് ഗുണിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ വരും. 50 × 75/60. 0 0 വെട്ടിക്കളയാം.
നമുക്ക് 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുമ്പം 6 3 2 വെട്ടാം, 7 3 2 വെട്ടാം, ശിഷ്ടം 1, ശിഷ്ടം 1 15 3 5 വെട്ടാം. 25 × 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25 × 5 എന്ന് പറഞ്ഞാൽ 125. 125 ബൈ താഴെ ഒരു 2 ഉണ്ടേ, 125 ബൈ 2 എന്ന് പറഞ്ഞാൽ 125ന്റെ പകുതി 62.5, 62.5 കിലോമീറ്റർ. എങ്കിൽ 50 മിനിറ്റ് കൊണ്ട് ആ വാഹനം സഞ്ചരിക്കുന്ന ദൂരം 62.5 കിലോമീറ്റർ. 62.5 കിലോമീറ്റർ. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ കരുതിയിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊരു ടോപ്പിക്കും PSC ചോദിച്ചു. വരാൻ പോകുന്ന കാർ ബോർഡ് LDCക്ക് നമുക്ക് പ്രതീക്ഷിത ഇനിയും വരുന്ന നമ്മുടെ അടുത്ത ഫേസുകളിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ ഓരോ ചോദ്യങ്ങളും കണ്ടുവന്ന വഴിക്ക് ആ ടോപ്പിക്കുകളുടെ പേര് പറഞ്ഞായിരുന്നു. അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെ: നാഗ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതിനിധീകരിച്ചാൽ MVDLOPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? ചോദ്യം ഇങ്ങനെ: നാഗ്പൂർ ഇതാ നോക്കാം. നാഗ്പൂർ എന്നത് OBHQVS എന്ന് ആണെങ്കിൽ MVDLOPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻ ഉണ്ട്: ലക്നൗ, കൊൽക്കത്ത, മധുരൈ, ലുധിയാന. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡിങ് ഡീകോഡിങ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ A മുതൽ Z വരെ, അതായത് A മുതൽ M വരെ 13, എമ്മിൻ്റെ താഴെ N തുടങ്ങി Z വരെ, അങ്ങനെ 13 26 നമ്പർ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്പർ ചെയ്യുമ്പം ഓരോ ലെറ്റേഴ്സിൻ്റെയും നമ്പർ എന്ന് പറഞ്ഞു നോക്കി. N എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? 14. N 14. A നമുക്കറിയാം 1. G എന്നത് 7. P എന്നത് 16. U എന്നത് 21. R 18. ഓക്കെ. എങ്കിൽ O എന്നത് നമുക്ക് മനസ്സിലായി 13 ആണ്. 15. O എന്നത് 15. B 2. H 8. Q 17. V 22. S 19. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 14നോട് 1 കൂട്ടിയിട്ടാണ് നമ്മുടെ കോഡ് ചെയ്തിരിക്കുന്ന O എന്ന്. 1നോട് 1 കൂട്ടി 2. 7നോട് 1 കൂട്ടി 8. 16നോട് 1 കൂട്ടി 17. 21നോട് 1 കൂട്ടി 22. 18നോട് 1 കൂട്ടി 19. അങ്ങനാണ് ഇങ്ങനെ ഒരു കോഡ് വന്നിരിക്കുന്നത്. എങ്കിൽ ആ കോഡാണ് നമുക്ക് അടുത്ത തന്നിരിക്കുന്നത്. എങ്കിൽ ശരിയായ വാക്കേത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് മനസ്സിലായി യഥാർത്ഥ അക്ഷരത്തിൽ നിന്നും യഥാർത്ഥ ലെറ്റേഴ്സിൽ നിന്നും 1 വീതം കൂട്ടിക്കൂട്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ലെറ്റേഴ്സിൻ്റെ നമ്പർ എന്ന് കൊടുക്കാം. M എന്ന് പറഞ്ഞാൽ 13. ഓക്കെ. V എന്ന് പറഞ്ഞാൽ 22. D 4. L 12. O 15. P 16. X 24. എങ്കിൽ നമുക്ക് നോക്കാം. ഇവിടുന്ന് 1 കുറഞ്ഞായിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പോൾ 12ാമത്തെ ലെറ്റർ വരണം. 12ാമത്തെ ലെറ്റർ നമുക്കറിയാം എന്താണ്? N ആണ്. 12ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ L ആണ്. 12ാമത്തെ ലെറ്റർ L. 22നോട് 1 കുറഞ്ഞ് 21 വരണം. 21. 21ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ U ആണ്. U. അപ്പം തന്നെ മനസ്സിലായി LUയിൽ തുടങ്ങുന്ന 2 നഗരങ്ങളേ ഉള്ളൂ, ലക്നൌവും ലുധിയാനയും. അപ്പോൾ കൊൽക്കത്തയും മധുരയും നമുക്ക് ഒഴിവാക്കാം. അടുത്ത D 4ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ 1 കുറച്ച് 3ാമത്തെ ലെറ്റർ വരണം. 3ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ C ആണ്. അതുപോലെ 12. 12ൽ നിന്ന് 1 കുറച്ചാൽ 11. 11ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ K ആണ്. K. ഓക്കെ. അടുത്ത 15. 15ൽ നിന്ന് 1 കുറച്ചാൽ 14. 14ാമത്തെ ലെറ്റർ N ആണ്. 16ാമത്തെ ലെറ്ററിൽ നിന്ന് 1 കുറച്ചാൽ 15. 15ാമത്തെ ലെറ്റർ O ആണ്. O. ഓക്കെ.
അടുത്ത 24 നിന്ന് കുറച്ചാൽ 23. 23ാമത്തെ ലെറ്റർ W ആണ്. അതായത് ലക്നൗ എന്ന് വരും. ലക്നൗ. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ എ ലക്നൗ ആണ്. ലക്നൗ. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? അപ്പം നമ്മൾ കഴിഞ്ഞ ഖാദി ബോർഡ് LDC പ്രിലിംസിന് ചോദിച്ച 20 ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. 20 ചോദ്യങ്ങളും എളുപ്പമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു LGS നിലവാരം പുലർത്തിയ ചോദ്യമായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും ഇതേ നിലവാരം ഒരുപക്ഷെ ഒരല്പം കൂടി ഉയർന്നേക്കാം. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് ആദ്യാവസാനം കാണുക. കണ്ടിട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.